ബന്ധത്തിൽ ചില പ്രോഗ്രാം നടത്തുവാൻ കുഞ്ഞുങ്ങൾ ശരണപ്പെടുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കടന്നു വരാനുള്ളവരെ എത്രയും വേഗം വന്നു ചേരുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇതൊരു ആത്മീയ ശുശ്രൂഷയും ആണ്. എല്ലാവരും വളരെ ശാന്തമായിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. സാധാരണയായിട്ടുള്ള നാട്ടിലെ പ്രോഗ്രാം പോലെയല്ല, ഇതൊരു ആത്മീയ ശുശ്രൂഷകളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം നടത്തുന്ന പ്രത്യേക പരിപാടിയാണ്. എല്ലാവരും വളരെ താല്പര്യമായി പ്രാർത്ഥനയിരിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവയെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിൻ്റെ നല്ല സന്ധിക്കായി തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ ചില പ്രോഗ്രാം അവതരിപ്പിക്കുവാനായി കർത്താവ് ശരണപ്പെടുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യവും കരുണയും എപ്പോഴും ഉണ്ടാകണം എന്നപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. യാതൊരു മാനുഷ്യ ശബ്ദങ്ങളും കേൾക്കാതെ, പ്രതികൂലങ്ങളും ഉണ്ടാകാതെ സ്വർഗത്തിലെ ദൈവ വിഷയത്തിന് മേലെല്ലാം ആവശ്യമായ മഞ്ഞും മഴയും അയക്കുവാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഈ വീടും അതിൻ്റെ പരിസരത്തും ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മാനുഷ്യമായ ശബ്ദങ്ങളല്ല, കർത്താവിൻ്റെ ക്രൂശിൽ ഞങ്ങൾ മറന്നു നിൽക്കുന്നു. കർത്താവിൻ്റെ പുണ്യകൃപയിൽ ഞങ്ങളെല്ലാവരും പുതിയണം. കടന്നു വന്ന മെമ്പർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർ ആർക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ആരാധനയും പൂഴ്ചയും എല്ലാം അങ്ങേക്ക് തന്നെ, യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്മസ് രാവ് കൂടി കടന്നു വന്നിരിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ ഗ്രൂപ്പിന്റെ പേരിലുമുള്ള സ്വാഗതം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ആദ്യമായി പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന ബഹുമാനപ്പെട്ട മെമ്പർ ആശാ സണ്ണീസ് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി വന്ന സന്തോഷ് പന്തനാമേലിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. TJ ചാക്കോ അവരുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. VJ ജോസഫ് അവരുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മെമ്പർ ആശാ സണ്ണിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ഡിസംബർ 25 ക്രിസ്മസ് ദിനമായി ആചരിക്കുകയാണ്. ക്രിസ്മസ് ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപ പരിഹാരത്തിനായി നമുക്ക് ഭൂമിയിലേക്ക് അയച്ച ദിനമാണിന്ന്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ പുണ്യ തിരുനാൾ ദിനമായ ഇന്ന് നമ്മുടെ ഈ ഭാഗത്തെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ കാണിച്ച ഈ മനോധൈര്യം അവരെ ഞാൻ ഈ സമയം അഭിനന്ദിക്കുകയാണ്. ഇതുപോലെയുള്ള നല്ല നല്ല പരിപാടികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നടത്തി വളർന്നു വരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അടുത്തതായി വെൽക്കം ഡാൻസ് കളിക്കുന്നതിനായി ജിയ ആൻഡ് മീനാക്ഷിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിൻ സുത
ആയിരിക്കുകയാണ്. അതിന് ആൽഫ എന്ന അനുഗ്രഹയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. ദൂരെ ദൂരെ മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. സ്തുതിഗീതങ്ങൾ പാടി മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്ന് ദൂരെ ദൂരെ നിന്ന് മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വാത്സല്യ കുഞ്ഞുങ്ങൾ ഞാൻ കടന്നു വന്നതായ സമയത്ത് എന്നോട് പറഞ്ഞു, അങ്കിളെ ഒരു സന്ദേശം പറയണമെന്ന് പറയാൻ ഇടയായി തീർന്നു. നമുക്കറിയാം ക്രിസ്തുമസ് എന്ന് പറയുന്നത് എന്തിയാ? ഇന്ന് ക്രിസ്തുമസ് ആണ്. ലോകമെമ്പാടും മാനവരാശി മുഴുവൻ എന്തിയാ? ക്രിസ്തുനാഥന്റെ പിറവിയെ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ക്രിസ്തുമസ്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. വിശ്വാസികളായിരിക്കുന്ന നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എപ്രകാരമാണ്? ഇന്ന് രാത്രികാലം ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച കുഞ്ഞുങ്ങളോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. കാരണം അനേക തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലഹരിക്കും മറ്റ് മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെതായ നിലവാരത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഇന്ന് ക്രിസ്തുമസ് ദിനം അവരിങ്ങനെയൊരു സന്ദേശത്തിനായി തിരഞ്ഞെടുത്തതിന് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. ദൈവം കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞാൻ അറിഞ്ഞത് ഒരു PYPയുടെ അതായിട്ടുള്ള നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ അറിയുവാൻ ഇടയായി തീർന്നത്. ആ കുഞ്ഞുങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആത്മീയ ജീവിതം, മുൻപോട്ടുള്ളതായ ആത്മീയ ജീവിതം ദൈവം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ ഓർപ്പിക്കുന്നു. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനിടയായിത്തീരും. എന്തെയാ? ദൈവപ്രസാദമുള്ള മനുഷ്യൻ എന്തെയാ ഭൂമിയിൽ ഞാൻ ഘട്ടത്തിന്റെ അഭിയാപ്തമുള്ളതുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്തെയാ? സമാധാനം. നമുക്കറിയാം യെരൂശലേമിന്റെ ഏതോ ഒരു തെരുക്കോണില് പലരും നമ്മള് പാട്ടുകളിലൂടെയൊക്കെ പാടാറുണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആയിട്ടുള്ളവരൊക്കെ പറയാറുണ്ട് എന്തെയാ? യേശു ക്രിസ്തു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. പക്ഷേ ബൈബിൾ നന്നായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയുവാൻ പറ്റും, കർത്താവ് കാലിത്തൊഴുത്തിലല്ല ജനിച്ചത്. പിന്നെയോ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ എന്തെയ്യാ? കാലിത്തൊഴുത്തിൽ തന്നെ എന്തെയ്യാ? കിടത്തുവാനിടയായി തീർന്നു. ആർക്കും അറിയത്തില്ല, ബൈബിൾ അത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്തു തന്നെ ആയിരുന്നാലും ഈ ഭാഗം എനിക്ക് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു.
ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ ദൈവം മനുഷ്യനെ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ ആ ഏദൻ തോട്ടത്തിലാക്കുവാൻ ഇടയായി തീർന്നു. അപ്രകാരം അവിടെ വസിച്ചുകൊണ്ടിരുന്ന ദൈവത്തോടു കൂടെ എന്ത് ചെയ്യുക, പാർക്കുവാനുള്ളതായ അവസരം മനുഷ്യന് ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് അവർ ജീവിച്ചത്. പക്ഷേ ചില പ്രത്യേക ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെക്കാളും നന്നായിട്ട് വചനം അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കത്തിൽ അത് പറഞ്ഞു പോകുന്നത്. എന്ത് ചെയ്യാം, ആ തനിക്ക് ആദാമിന് തന്റെ ഭാര്യയായി കൊടുത്തിരിക്കുന്ന ഹവ്വ മുഖാന്തരം എന്ത് ചെയ്യാം, അവര് ദൈവസന്നിധിയിൽ പാപം ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ അവരുടെ ദൈവ തേജസ് എന്ത് ചെയ്യാം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യാം, അകന്നു പോവാനിടയായി തീർന്നു. ഞാനത് പറയാനുള്ള കാരണം മാനവരാശിയുടെ എന്ത് ചെയ്യാം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യാം, അവരകന്നു പോയി ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ആത്മീയ മരണം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. മനുഷ്യൻ എന്ത് ചെയ്യാം, പാപികളായി തീരുവാനിടയായി തീർന്നു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ദൈവമായ കർത്താവ് എന്ത് ചെയ്യാ, മനുഷ്യനായി ജഡാവതാരം എടുത്തതാണ് സാക്ഷാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് പുറകിലായിട്ട് യെരൂശലേമിന്റെ തെരുവീതിയിൽ എന്ത് ചെയ്യാ, നമുക്കറിയാം, ആട്ടിടയന്മാർക്ക് എന്ത് ചെയ്യാ, ഒരു നക്ഷത്രം ഉദിച്ചു അല്ലെ, അവർക്ക് ദൂതന്മാരുടെ വെളിപാടുണ്ടായി. എന്ത് ചെയ്യാ, ഇതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു അല്ലെ. അങ്ങനെ ഒരു സന്ദേശം അവരുടെ ജീവിതത്തിൽ ലഭിച്ച് അവർ ആ കുഞ്ഞിനെ കാണുവാനിടയായിരുന്നു. ഇന്ന് വളക്കാലം ഇവിടെ ഇരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട്, കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തു ജനിച്ചത് സർവ്വലോകത്തിനുമായുള്ള രക്ഷയ്ക്കാണ്, പാപത്തിന്റെ പരിഹാരത്തിനാണ്. ഇന്ന് വളക്കാലം ഇവിടെ ആയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾ ക്രമീകരിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. ഇനിയുള്ളതായ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്ത് ചെയ്യാം, നമ്മുടെ ഒരു വർഷത്തിൽ ഇങ്ങനെയുള്ളതായ ക്രിസ്തുമസിന്റെ ഒരു ദിനത്തിൽ ക്രിസ്തു ജനിച്ചു എന്നുള്ള ഒരു സ്മരണ മാത്രമല്ല, പിന്നെന്ത് ചെയ്യാം, നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ജനിക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാം, ക്രിസ്തു ജനിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാം, യഥാർത്ഥമായി ക്രിസ്തുവിനെ പിൻപറ്റി എന്ത് ചെയ്യാം, ജീവിക്കുവാൻ നമുക്ക് പറ്റത്തുള്ളൂ. ആ കർത്താവ് നമുക്ക് വേണ്ടി ജനിച്ചത് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാര ആ അർത്ഥമാണ്, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുവാനിടയായി തീർന്നു. ഇന്നിവിടെ ആയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ കുടുംബജീവിതത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ എന്ത് ചെയ്യാം, ഈ കർത്താവ് ജനിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യാം, ഈ കർത്താവ് ജനിക്കണം. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചു കഴിയുമ്പോൾ അവന്റെ പ്രവൃത്തിക്കനുസൃതമായുള്ള ജീവിതം എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അതിനെ സംബന്ധിക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ദൈവസഭയിൽ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ആ ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ആ കൽപ്പന പ്രകാരം ഒരു കൽപ്പന കൊടുക്കുവാനിടയായി തീർന്നു. എന്ത് ചെയ്യാം, നിന്റെ ദീർഘായുസ് ഉണ്ടാകുവാനും നിനക്ക് നന്മ വരുവാനും എന്ത് ചെയ്യാം, നിന്റെ മാതാപിതാക്കളെ എന്ത് ചെയ്യാം, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇവിടെ ആയിരിക്കുന്ന പ്രിയ വാത്സല്യ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായി നമ്മുടെ ജീവിതത്തില് നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറകളായി തീരണം. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, എന്ത് ചെയ്യാ, കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യാ, ഈ ലോകത്തിൻ്റെതായ നിലവാരത്തിൽ എന്ത് ചെയ്യാ, ആ നമ്മൾ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പലപ്പോഴും എന്ത് ചെയ്യാ, തെറ്റി എന്ത് ചെയ്യാ, ഒഴിഞ്ഞു ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കണമെങ്കിൽ എന്ത് ചെയ്യാ, ഒരു ആത്മീയ ബോധം എന്ത് ചെയ്യാ, അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാ, അത് അവരുടെ ജീവിതത്തിൽ അത് പ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്രിസ്തുമസ് സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാ, ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് എന്ത് ചെയ്യാ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സഭയിൽ എന്ത് ചെയ്യാ, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ ഇടയായി തീരണം. അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാ, ക്രിസ്തുവിനെ എന്ത് ചെയ്യാ, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ വെളിപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ ക്രിസ്തു എന്ത് ചെയ്യാ, നമ്മുടെ ആ ക്രിസ്തുമസ് ദിനത്തിൽ നമ്മൾ ഇങ്ങനെ ഈ സന്തോഷം പങ്കിട്ടാൽ മാത്രം പോലെ എന്ത് ചെയ്യാ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരണം. അത് മോശയ്ക്ക് കൊടുത്ത കൽപ്പന പ്രത്യാ, നിന്റെ മാതാപിതാക്കളെ എന്ത് ചെയ്യാ, കാണപ്പെടുന്ന ആ ദൈവങ്ങളാണ് നമ്മുടെ മാതാപിതാക്കള്. നമുക്കറിയാം, ദൈവം എന്ന് പറയുന്നത് എന്ത് ചെയ്യാ, അദൃശ്യ ശക്തിയാണ്. ദൈവത്തെ കണ്ടവൻ ആരുമില്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ പറ്റുന്നവനല്ല ദൈവം. പക്ഷേ ഈ കാണപ്പെടാത്ത ദൈവത്തെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യാ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരുവന് മാത്രം എന്ത് ചെയ്യാം, ഈ ദൈവത്തെ വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാണപ്പെടുന്നതായ മാതാപിതാക്കളെ എന്ത് ചെയ്യാ, സ്നേഹിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് വേനൽക്കാലം രാത്രികാലം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം
അവർക്കെല്ലാം ദൈവം ഓരോരോ താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിലെ ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരണം. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യാം, വിശുദ്ധ വചനത്തിനനുസൃതമായിട്ട് വേണം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ. നമ്മൾ 111 സങ്കീർത്തനം അതിന്റെ 11ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം, നല്ല ബുദ്ധിയുണ്ട്. രാത്രികാലം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യാം, ദൈവവചനത്തിന് അനുസൃതമായിട്ട് വേണം നമ്മുടെ ഓരോ ചുവടുകളും വയ്ക്കുവാൻ. നമുക്കറിയാം, ക്രിസ്തുമസിന് ശേഷം അടുത്തതായിട്ട് നമ്മുടെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ വർഷം നമ്മളെ വരവേൽക്കുക. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ നമ്മുടെ പുറകിലെ 2 വർഷക്കാലം നമ്മളൊക്കെ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമാണ്. ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ളതായ മീറ്റിംഗുകൾ കൂടുവാൻ സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആ ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം നമുക്ക് ഇങ്ങനെ ഈ 2021 അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഈ ക്രിസ്മസിന്റെ ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ദൈവ കൽപ്പനയ്ക്ക് അനുസൃതമായി നിങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യുക, മുൻപോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കണം. നമുക്കറിയാം, ആ ബൈബിൾ പഠിക്കുമ്പോൾ ഞാൻ 2 വ്യക്തികളെ ഊന്നി പറയുകയാണ്. ഒന്ന് ദാവീദ്, 2 യോസഫിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. കാരണം അവരുടെ ജീവിതത്തില് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവർ ജീവിച്ചതുകൊണ്ട്. ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ആട്ടിയുടെ ചെറുക്കനായിരുന്നു. ഇശായിയുടെ മക്കളില് 8ാമനായിരുന്ന ദാവീദ് എന്ത് ചെയ്യുക, തന്റെ ഭവനത്തിൽ എന്ത് ചെയ്യുക, തന്റെ സഹോദരന്മാരെ തന്റെ മാതാപിതാക്കളാൽ എന്ത് ചെയ്യുക, ഒരുപക്ഷെ താൻ വെറുക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരിക്കലും താൻ വ്യതിചലിക്കുവാൻ ഇടയായി തീർന്നില്ല. അതുകൊണ്ട് എന്തിനാ, തന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, വെറും ആട്ടിടെ ചെറുക്കനായിരുന്ന ദാവീദ് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുക, ഇസ്രായേലിന്റെ രാജാവായി തീരുവാൻ ഇടയായി. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് നിങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ആത്മീയമായിട്ട് ക്രമപ്പെടുത്തി മുൻപോട്ട് പോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ലൊരു നിലവാരത്തിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. അനേക കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ ഇടയായി. അടുത്തതായി ഒരു ഗാനം ആലപിക്കാൻ ബിൻസി തോമസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായ സാന്റാക്ലോസ് വന്ന് കേക്ക് മുറിക്കുന്നതായിരിക്കും. മാലാഖമാരേ
Christmas and a Happy New Year. അവതരിപ്പിച്ച അഡോണ്ടും ജോഹാനുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടി BJ ജോസഫ് അവർകളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഇന്ന് ഒരു ദിവസം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആഘോഷങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത്. ഇന്നേക്ക് ഈ 2021 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു, നസ്രയത്തിൽ വളർന്നു, വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് 33 വയസ്സിൽ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. 40 ദിവസത്തോളം ഭൂമിയിൽ സഞ്ചരിച്ച് അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ചെയ്ത് വേഷത്തിൽ മനുഷ്യനായി വന്ന മഹാദൈവത്തിൻ്റെ വലിയ കരുണകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ദിനമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. ജനിച്ച സ്ഥലം ബേത്ലഹേമാന്ന് പറഞ്ഞുവെങ്കിലും കൃത്യമായി സ്ഥലം അറിയാത്തത് കൊണ്ട് അവനെ പുൽക്കൂട്ടിൽ കിടത്തിയെന്ന് ദൈവത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ പറ്റിയൊരു സന്ദേശമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ലോകം മുഴുവൻ എന്നൊരു കാര്യമാണ്. പത്രം വായിക്കുമ്പോൾ അനേകർക്ക് വിവിധങ്ങളായിരിക്കുന്ന അറിവുകൾക്ക് വേണ്ടി അനേകർ പത്രം വായിക്കുന്നു. ഈ കൺവെൻഷനിൽ അറിയപ്പെട്ട പ്രളയത്തിൽ എത്ര പേര് മരിച്ചു അറിയാൻ അനേകർ പത്രങ്ങൾ വായിക്കുന്നു. യുവാക്കന്മാരെ സംബന്ധിക്കുന്നുള്ളൂ, ഇന്നലത്തെ ഈ ഫുട്ബോൾ കളിയിൽ ഇന്ത്യ ജയിച്ചോ പാകിസ്ഥാനാണോ അറിയാനായിട്ട് വളരെ താല്പര്യമുള്ള ഒരു വലിയ സമൂഹം. മറ്റൊരാളുകളെ സംബന്ധിച്ചാൽ ഈ കഴിഞ്ഞ രാത്രിയിൽ എത്ര പേര് മരിച്ചു എന്നുള്ള വിഷയം അറിയാനാണ് പലരും താല്പര്യപ്പെടുന്നത്.
അതുപോലെ വിവിധ നിലകളിലുള്ള കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊറോണയിൽ ലോകം മുഴുവൻ എത്ര ആളുകൾ മരിച്ചു എന്നുള്ള കാര്യം അറിയാനായിട്ടും താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാവരും അറിയാൻ പറ്റിയൊരു വാർത്തയാണ് യേശു ക്രിസ്തുവിന്റെ ജനനമെന്നുള്ള വിഷയം. എല്ലാവരും താല്പര്യമായിരിക്കുന്ന കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറഞ്ഞാൽ ജാതികളെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസം കൂടാതെ സകല ആളുകളും ക്രിസ്മസ് ആഘോഷിക്കുവാനായി താല്പര്യമായിരിക്കുക. ഈ വർഷം എന്ന് പറഞ്ഞാൽ വളരെ നിരാശയുള്ള ഒരു വർഷമായിരുന്നെങ്കിലും, കഴിഞ്ഞ വർഷവും നിരാശയുടെ വർഷങ്ങളായിരുന്നെങ്കിലും ഈ ദിവസങ്ങളിൽ അത് മാറി അനുകൂലമായ പ്രകൃതി ഉണ്ടായി, എല്ലാവർക്കും ഭൗതികമായ ജോലി ഉണ്ടായി, നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടായപ്പോൾ ക്രിസ്മസ് ഒരാഘോഷമായി കൊണ്ടുപോകുവാൻ എല്ലാവരും ചിന്തിച്ചു. അങ്ങ് ചിന്തിച്ചപ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ സമീപത്തുള്ള ഞങ്ങളുടെ സ്വന്തം പത്രവാദികളുടെ കുഞ്ഞുങ്ങൾ, ഇവിടെ ഞങ്ങളെല്ലാവരും ഐക്യമായിരിക്കുന്ന ഒരു സ്ഥലമായി. ഇവിടെ ജാതിയെന്നോ മതമെന്നോ വർണ്ണങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഐക്യമായി അങ്ങോട്ടും കയറാനും വിളിക്കാനും പറയാനും ഭക്ഷിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. യാതൊരു വഴക്കുകളോ ശബ്ദങ്ങളോ ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത്. കൊണ്ടാണ് ഇവിടെ വെളിയിൽ നിന്ന് ആരും വന്നിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഒരു ആഘോഷത്തിന് കടന്നു വന്നിരിക്കുന്നവരാണ്. എല്ലാവർക്കും സന്തോഷമുള്ള അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് വായിക്കുന്നു. അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം. ഇതിനപ്പുറത്തൊരു കാര്യം ചിന്തിക്കുവാൻ കഴിയുന്ന അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് കാണാൻ കഴിയുന്നു. എല്ലാ കുടുംബങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകണം. ഭാര്യ പറയും ഭർത്താവ് വരുമ്പോൾ സമാധാനം വേണം. ഭർത്താവും കുഞ്ഞുങ്ങളും പറയുന്നു സന്ധ്യാസമയം വീട്ടിൽ നല്ല സമാധാനം വേണം. യേശു കർത്താവ് വന്നാൽ സകലത്തിനും പ്രശ്നപരിഹാരം ഉണ്ടാകും. കർത്താവ് നിലയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. വേദപുസ്തകം തന്നെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ ചിന്തിക്കുന്നൊരു കാര്യങ്ങൾ പറഞ്ഞു വരിക. കർത്താവ് ഇന്നലെ ആരായിരുന്നു, ഇന്നെന്താകുന്നു, നാളെ എന്താകാൻ പോകുന്ന വിഷയമാണ്. കർത്താവിന്റെ ജനനം മുതൽ ബേത്ലഹേം മുതൽ കാൽവറി ക്രൂശ് വരെ കർത്താവിനെ കുറിച്ച് പഠിക്കുവാൻ കഴിയും. ഒരു ഭക്തനിങ്ങനെ വാടി, ബേത്ലഹേം പുരി മുതൽ കാൽവറി കുരിശോളം, ബേത്ലഹേം പുരി മുതൽ കാൽവറി കുരിശോളം, വേദനപ്പെട്ടു മാമാ വേദനയകറ്റിയ, വേദനപ്പെട്ടു മാമാ വേദനയകറ്റിയ ശ്രീയേശുനാഥനിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന ശ്രീയേശുനാഥനിൻ സ്നേഹം. കർത്താവിന്റെ ജനനം ബേത്ലഹേമിൽ പിറന്നു വീണു. കാൽവറി ക്രൂശിൽ രണ്ട് കൽമാരുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി കൈകാലി വിരിച്ചവൻ ആ ദൈവം നമുക്ക് വേണ്ടി, അവന് ആ ദൈവത്തെ കണ്ടുപിടി മഹാഭാഗ്യമായി കരുതുവാൻ കഴിയും. നമ്മളിന്ന് പകൽക്കാല സന്ധ്യയിൽ ഈ പകൽക്കാലം ആഗ്രഹിച്ചിരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒരു വലിയ സന്ദേശമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായിരിക്കുന്ന ദൈവം ഉദിച്ചുവല്ലോ എന്ന് വേദപുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. സകല മനുഷ്യർക്കും ജാതി മത വ്യത്യാസങ്ങളും സ്വർഗം പറയുന്നില്ല. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് കാണാൻ കഴിയുന്നു. സകല മാനവജാതികൾക്കും വേണ്ടി. ജാതിയിൽ ദൈവത്തിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. ഈ മഹാദൈവത്തിന്റെ ആഗമനം എന്ന് പറയുന്നത് പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് വായിക്കുന്നത്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്ത് വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായിരിക്കുന്ന വചനം തന്നെ എന്ന് കാണാൻ കഴിയുന്നു. സകല മാനവജാതികൾക്കും വേണ്ടി ആ ക്രൂശിൽ കൂടെയുള്ള സമാധാനമാണ്, ആ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വേദോസം കൊണ്ട് പറഞ്ഞാൽ സകല ആളുകളും രക്ഷിക്കപ്പെടാനുള്ള കാര്യമാണ്. ആരും പാപികളായിരിക്കുവാൻ, ആരും ദോഷത്തിൽ പോകാതിരിക്കാൻ തക്കവണ്ണം എല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുന്നത് താല്പര്യത്തോടുകൂടെ എല്ലാവരും വിശുദ്ധ വേദപുസ്തകം പഠിച്ച് അങ്ങനെ താല്പര്യത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ദൈവത്തെ കാത്തിരിക്കുന്നവരാ. സംഗീതക്കാരൻ പറഞ്ഞ എന്റെ ഉള്ള ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. മരുഭൂമി യാത്രയിൽ നമുക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ ദൈവം അദൃശ്യനാണ്. ആ ദൈവത്തെ നമ്മൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വാസം നമ്മൾ അംഗീകരിക്കപ്പെട്ടവരാ. കർത്താവ് പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ്
മരണാനന്തരവും ജീവിതമുണ്ടെന്ന് അറിയുവാൻ കഴിയുന്നു. ഈ കുട്ടികളുടെ പ്രോഗ്രാമിൽ കൂടെ നമ്മൾ യേശുവിനെ കുറിച്ച്, യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ് ആ സന്തോഷം കൈവരിക്കുവാൻ വന്നിരിക്കുന്ന യുവാക്കളാകുമ്പോൾ സാധാരണ ഒരു മീറ്റിംഗ് ആയി പോകുന്നില്ല. കുട്ടികളുടെ പ്രോഗ്രാം വെക്കുന്നെങ്കിലും മാറ്റമില്ലാത്ത സുവിശേഷം പറയാനുള്ള ഒരവസരം കൂടെയായി ഇവിടെ. കുഞ്ഞുങ്ങൾ നല്ല പ്രോഗ്രാം അവതരിപ്പിക്കും കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം കൊള്ളുവാനിടയായി തീരും. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു നാടകഗാനം പാടാനിടയായി. എൻ്റെ രണ്ടാമത്തെ മകള് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഹിന്ദി പാട്ട്, അന്ന് ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്നത് ഫിലിപ്പ് സാർ, അപ്പുറത്ത് സാറിരിക്കുമ്പോൾ 2ാമത്തെ മകൾ ഒരു ഹിന്ദി പാട്ട് സ്കൂളിൽ പാടി. പിള്ളേർ ഇങ്ങനെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന കാണുമ്പോൾ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാനിടയായിത്തീരും. നമ്മളൊന്നും കഴിവുകളോ പ്രാപ്തികളോ ഒന്നും നമുക്ക് കൊണ്ടുവന്നവരല്ല, അതെല്ലാം ദൈവത്തെങ്കിലും പ്രാപിച്ചിട്ടുള്ള ദൈവമാണ് നടത്തി തരുന്നത്. ഈ പ്രോഗ്രാം അവതരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നവരാ. ദൈവമാണ് ഇതിന്റെ എല്ലാ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും ദൈവമാണ്. ഈ മഹാദൈവത്തിന്റെ കരുണകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദേശത്തുള്ള ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു എല്ലാവരും ദൈവത്തെ അറിയുന്നവരായിരിക്കണം. ഒരു കുഞ്ഞു പോലും ക്ഷീണിച്ചു പോകരുത്, ആരും തകർന്നു പോകരുത്. നമ്മുടെ ദേശത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും കാണാനും കേൾക്കുവാനും ഇടയാകരുത്. നമ്മൾ ആലപ്പുഴ സംഭവങ്ങൾ കേൾക്കുന്നു, അനേക രാജ്യങ്ങൾ സംഭവങ്ങൾ കാണുന്നു, കേരളത്തിൽ കാണുന്നു, ഇന്ത്യയിൽ കാണുന്നു, ആലപ്പുഴ കാണുന്നു. പക്ഷേ നമ്മുടെ പാമ്പാടിയിൽ, വെള്ളൂരിൽ വളരെ സമാധാനം നിൽക്കാൻ കാരണം യേശു എന്ന കർത്താവിന്റെ ദിവ്യ സ്നേഹം നമ്മൾ വന്നിരിക്കുന്നതുകൊണ്ടാ. ആരും വഴക്കുകളില്ല, പ്രശ്നങ്ങളില്ല, പ്രതികൂലങ്ങൾ ഇവിടെ ഒന്നുമില്ല. എല്ലാവരും വളരെ സമാധാനമായി ഐക്യമായി ഞങ്ങൾ ദേശത്ത് വാർക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാവരും ജോലി ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, അവർ കാര്യം നോക്കുന്നു, ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും അത് ഭക്ഷിക്കുന്നു, അവർ സമാധാനം ഉറങ്ങുന്നു, പള്ളി പോകുന്നവർ പള്ളിയിൽ പോകുന്നു, മറ്റ് അമ്പലങ്ങളിൽ അമ്പലത്തിൽ പോകുന്നവർ അങ്ങനെ പോകുന്നു. ആർക്കും പകയോ പണക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തതിന്റെ കാരണം അത്യുന്നതനായ ദൈവം നമ്മുടെ നടുവിലാഗതനായിരിക്കുന്നത് കൊണ്ടാണ്. ആ ദൈവം മഹാദൈവം വന്നിട്ടിപ്പോൾ 2021 വർഷം കഴിഞ്ഞിരിക്കുക. നാം ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ ആഗ്രഹിക്കുക. നമുക്ക് ഒരുമിച്ച് പറയാം, 2021 നമ്മൾ വരവേൽക്കുമ്പോൾ ഒരുമിച്ച് പറയാം, ഹോ ഈരേ, ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്ന് കഴിയുകയാണ്. കഴിഞ്ഞ കാല സംഭവങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ മറന്നുപോയില്ല, നാം ക്ഷീണിച്ചു പോയില്ല, നാം തകർന്നു പോയില്ല. വാസ്തവമായും നടുവിൽ സ്വർഗമുള്ളതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. തളരാതെ നമ്മുടെ ബലഹീനകരങ്ങളെ സ്വർഗം പിടിച്ചിരിക്കുന്ന അതുല്യമായ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൽ അനേകരുണ്ടെങ്കിലും അവരാരും സമാധാനം തരുന്നില്ല, സന്തോഷം തരുന്നില്ല. അന്നുള്ള ആവശ്യം ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിനെ ഉണ്ണുവാൻ ഉടുക്കാനുണ്ടേ മതിയെന്ന് പറഞ്ഞ് അത് ഉത്തരത്തോളം കർത്താവ് വിജയത്തോടെ കൊണ്ടുവന്നു. ആ മഹാദൈവത്തിന്റെ കരുണയാണ് ഈ ക്രിസ്മസ് ഡേയിൽ, ഈ സന്ധ്യാസമയത്ത് കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ക്രിസ്മസിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വളർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ പുരോഗതിക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നവരാ, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാ. അവരെ കർത്താവിൽ വളരണം, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വളരണം, ദൈവത്തിനാണ് ജീവിതങ്ങൾ സമർപ്പിക്കപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ മാത്രമല്ല, സകല കുഞ്ഞുങ്ങളും. നമ്മൾ പറഞ്ഞല്ലോ, കർത്താവിന് ഏറ്റവും ശ്രേഷ്ഠമായ വാർത്തയാണ് ദൈവം പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അനേകരും പലവിധ വീടുകളിലായിരിക്കുന്ന വാർത്തകളാണ് ശ്രദ്ധിക്കുന്നത്. രാവിലെ നോക്കുമ്പോൾ 7 മണി 6:30 6:45 പത്രം വായിക്കുമ്പോൾ ഇന്ന് 4 മരിച്ചിട്ടുണ്ട്, ഏതെല്ലാം അപകടങ്ങളുണ്ടായി, ആരെല്ലാം പേര് പത്രത്തിൽ വന്നു, ഇതൊക്കെ ആരെയും ചിന്തിക്കുന്നത്. നമ്മളതെല്ലാം അങ്ങനെ ഒരു ഭാഗം ചിന്തിക്കുന്നുണ്ടെങ്കിലും നാം വാസ്തവമായി അറിഞ്ഞിരിക്കേണ്ടവനെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് പകൽക്കാലം സന്ധ്യയിൽ നമുക്ക് സമാധാനമാണ്. കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ, അവർക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷം ഉണ്ടാകട്ടെ. യേശു കർത്താവിന്റെ ജനനം തന്നെ ആ ബേത്ലഹേമിൽ അവൻ ജനിച്ചു, നസറേത്തിൽ വളർന്നു, 33 വർഷക്കാലം ഭൂമിയിൽ പാർത്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, അനേകം രോഗികളെ സൗഖ്യമാക്കി. ഈ ക്രിസ്മസ് സന്ദേശത്തിൽ ഒരുമിച്ച് പറയാൻ കഴിയും, യേശു അനേകരെ സൗഖ്യമാക്കിയ ദൈവമാണെന്ന്. യേശു കർത്താവ് പറയും, അനേകരെ ഭാവികളെ വിടുവിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് പകൽക്കാലം ഉറച്ചു വരാൻ കഴിയുന്ന കാര്യം. ക്രിസ്മസ് സന്ദേശം ഇതിനെയാ പറയുന്നത്, ലോകത്തിലൊന്നും പറയുവാൻ കഴിയുന്നില്ല. ഞാൻ 10-35 വർഷമായി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതല്ലാതെ വേറൊന്നും പറയാൻ കഴിയും, അതല്ലാതെ വേറൊന്നും പറയാൻ പഠിക്കുന്നില്ലല്ലോ. പഠിക്കുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല, പഠിക്കുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണമെങ്കിലും ഞങ്ങൾ അതിപ്രധാനമായ കാര്യം സൺഡേയിൽ നിങ്ങൾ പറയുന്ന പ്രധാന വിഷയം ഇതാണ് പറയുന്നത്. ദൈവം പറഞ്ഞ കാര്യം പിന്നെയും പറയും. വേറെ കാര്യങ്ങൾ വായിച്ചു പഠിക്കുന്നുണ്ട്, പറയുകയും ചെയ്യുന്നുണ്ട്. കർത്താവിനെ കുറിച്ചാണ് ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നത്. കർത്താവിനെ കുറിച്ച് പറയാനേ കഴിയത്തുള്ളൂ, വേറെ ആരെയും കുറിച്ച് പറയുവാൻ കഴിയുന്നില്ല. ആ കർത്താവ് സകലർക്കും വേണ്ടി വന്ന ദൈവമാണ്.
ആ കർത്താവിന്റെ അളവറ്റ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടയുടെ നടുവിൽ ഭാരങ്ങളുടെ നടുവിൽ കർത്താവ് നമ്മെ മറന്നുപോകുന്ന ദൈവമല്ല. ഒരിക്കലും ലമിച്ചരാ സാർ ഇങ്ങനെ ഒരു പാട്ട് പാടി. സാറിന് അന്ത്യ നിമിഷങ്ങളിലേക്ക് വന്നപ്പോൾ സാറ് വളരെ ക്ഷീണിതനായി. ഭാര്യയൊക്കെ മരിച്ചുപോയി, പിള്ളേരൊക്കെ പല സ്ഥലങ്ങളിലായപ്പോൾ ആ ദൈവത്തിനൊരു പാട്ട് ഇങ്ങനെ പാടി. ഉറ്റൊരു വച്ചിട്ടിടും എൻ കൂട്ടാളികൾ പോയിടും, ഉറ്റൊരു വച്ചിട്ടിടും എൻ കൂട്ടാളികൾ പോയിടും, തെറ്റാതെ ആവശ്യ നേരങ്ങളിൽ കൂട്ടായെനിക്കുണ്ട് നീ, തെറ്റാതെ ആവശ്യ നേരങ്ങളിൽ കൂട്ടായെനിക്കുണ്ട് നീ. എന്നേശുവേ എൻ ജീവനെ എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. കർത്താവ് മാത്രം മതി. ഭാര്യ മരിച്ചു പോയപ്പോഴും മക്കൾ മാറി താമസിക്കുമ്പോഴും തെറ്റാതെ ആവശ്യങ്ങളിൽ തക്ക സമയങ്ങളിൽ ദൈവത്തിന്റെ ഭക്ഷണം കൊണ്ട് നൽകുന്നു. രാവിലെയുള്ള ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, വൈകുന്നേരം ഭക്ഷണം, ശാരീരിക സൗഖ്യം, മാനസികമായിരിക്കുന്ന സന്തോഷങ്ങൾ എല്ലാം തരാൻ. കാരണം അദ്ദേഹം പാടുന്നത് ഉറ്റോരു വെച്ചിട്ടും എല്ലാവരും മാറിപ്പോകുന്നു. മാറിപ്പോയാലും സ്വർഗത്തിലെ ദൈവം മാറിപ്പോകുന്നില്ലെന്നുള്ളതാണ് കാര്യം. സകലരും മാറിപ്പോകുന്നവരാ, എല്ലാവരും മറന്നു പോകുന്നവരാ. എങ്കിലും കർത്താവ് മറന്നു പോകുന്നില്ല. യേശു കർത്താവ് മറന്നു പോകുന്നില്ല. കഷ്ടങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ ഒരിക്കലും മറന്നു പോകാത്ത അതുല്യമായ സ്നേഹം, അത് കർത്താവിന്റെ സ്നേഹമാതിയ മക്കളെ. ആ കർത്താവ് നടുവിലാകുന്നതായിരിക്കാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ക്ഷീണിതരല്ല, നമ്മൾ സന്തോഷമുള്ളവരാ, നമ്മൾ പ്രത്യാശയും പ്രതീക്ഷയുമുള്ളവരാ. ഈ സന്ദേശം, ക്രിസ്തുമസ് സന്ദേശം കേൾക്കുന്ന ആരും ക്ഷീണിക്കുന്നില്ല. നാളത്തെ ഈ ചില ദിവസം കഴിയുമ്പോൾ 2021 വിട്ട് കടന്നു പോകും. 22 നമ്മൾ പ്രവേശിക്കും. ഭാരം പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് ചിന്ത ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറയാം. ഹോവ ഈരേ 22 ഹോവ ഈരേ, ഹോവ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളുന്ന ദൈവമാണെന്ന്. ധാരാളം നന്മകളുടെ കർത്താവ് ദിവസങ്ങൾക്ക് തരുവാനിടയാണ്. ക്രിസ്തുമസ് സന്ദേശങ്ങൾ പറയാൻ താല്പര്യപ്പെട്ടപ്പോൾ കേട്ടവർക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. 2021 വിട്ടുപോകുമ്പോൾ 21 പറയാൻ പറ്റും. 21 നിന്നുകൊണ്ട് പറഞ്ഞു 22 നോക്കി പറയാം. ഹോവ നമുക്ക് വേണ്ടി കരുതയുമാണ്. ആ കഴിഞ്ഞ കാലങ്ങൾക്ക് അധിക ദൈവത്തിന് എല്ലാ സ്തുതിയും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സന്ദേശം കേട്ട എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ദേശത്തും നമ്മുടെ വീട് ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സന്ദേശം നൽകിയ വി ജെ ജോസഫ് അവറുകളോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായ ഒരു കൊറിയോഗ്രാഫിയാണ്. അതിന് ജെന്നിഫർ ആൻഡ് പാർട്ടിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഒരു ഗാനം ആലപിക്കാൻ ജുബിയ ബിനോയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ജുബിയ ബിനോയ്.
കൊറിയോഗ്രഫിയാണ്. അതിന് ജിയ ആൻഡ് പാർട്ടിയെ ക്ഷണിക്കുന്നു. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத. அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு. இரும்பு கதவே தானாகவே திறக்க போகுது. தடையாய் நிற்கும் இரும்பு கதவே தானாகவே திறக்க போகுது. கேள்விப்படாத ஐஸ்வர்யங்கள், கேள்விப்படாத ஐஸ்வர்யங்கள் உன் கதவை தட்ட போகுது. உன் களஞ்சியங்கள் நிரம்ப போகுது. சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு. பாப்பா நீகரிசா சவே, பாப்பா நீகரிசா, பாப்பா நீகரிசா சவே, பாப்பா நீகரிசா. சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு, സൂപ്പർ നാച്ചുറൽ ആണ്ട്. ഇവിടെ കടന്നു വരുവാനും പ്രകാരം ഒരു അവസരം തന്നതുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇവിടെയുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്ക്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും നല്ല ഒരു ക്രിസ്തുമസ് ആശംസകൾ നൽകുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ഗാനം ആലപിക്കാനാണ്, പെട്ടെന്നാണ്. നിങ്ങൾ സവിനയം അത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി.
കാലിൽ തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നു, ദൂരെ ദൂരെ നിന്നു മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിൽ തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി, ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. കാലിൽ തൊഴുത്തു കണ്ടു അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിൽ തൊഴുത്തു കണ്ടു അവർ സ്വർഗീയ ഗാനം കേട്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നു, ദൂരെ ദൂരെ നിന്നു മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിൽ തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ
അടുത്തതായി കൊറിയോഗ്രാഫിയാണ്. അതിന് ലയ ആൻഡ് പാർട്ടിയെ ക്ഷണിക്കുന്നു. The bird machine. Check. Check. അവതരിപ്പിച്ച ലയ ആൻഡ് പാർട്ടിയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത ഒരു കൊറിയോഗ്രാഫിയാണ്. അതിന് വിസ്മയ ആൻഡ് പാർട്ടിയെ ക്ഷണിക്കുന്നു.
മനോഹരമായ ഗാനം ആലപിച്ച മെമ്പർ ആശാ സണ്ണിക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി വീണ്ടും ഒരു ഗാനമാണ്. അതിനുവേണ്ടി ബിനോയ് തോമസിനെ ക്ഷണിക്കുന്നു. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരിത്തിരയുമ്പോൾ ഇളയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരിത്തിരയുമ്പോൾ ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ കാരുണ്യമെന്നിൽ ചൊരിയണമേ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ അകലാതെയകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം അകലാതെയകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീരന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ Christmas, I gave you my heart, but the very next day you gave it away.
മുറിഞ്ഞും തളർന്നു വീണു ഞാൻ. ഇരുളുമൂടും വഴികളേറെ കടന്നു പോകണം. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക നീ. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക നീ. ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്ന് നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കുന്തിരിക്കം കാഴ്ച കൊണ്ടുവന്നു, മീറയും സ്വർണ്ണവും കൊണ്ടുവന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞെ, സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സുണ്ടാവട്ടെ എന്റെ കുഞ്ഞിന്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്ക് നന്ദി. ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ പ്രോഗ്രാം കാണാമെന്ന എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങൾക്ക് മൈക്ക് സെറ്റ് തന്ന അനിലേട്ടനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് മൈക്ക് സ്റ്റേജിനെ സഹായിച്ച സജിയപ്പ, ഈസനപ്പാപ്പി, പിന്നെ സുരേഷ് ഏട്ടൻ, അപ്പ എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളെ പരിപാടി കാണാമെന്ന് പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം ഇതോടുകൂടി അവസാനിക്കുകയാണ്. നന്ദി.
മനോഹരമായ ഗാനം അവതരിപ്പിച്ച സന്തോഷ് അവറുകളുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ആശീർവാദം പറഞ്ഞ് പ്രാർത്ഥിച്ച്